ഹായ് ഗൈസ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് പേരെ ചോദ്യങ്ങൾക്കുള്ള മറുപടി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. വേറൊന്നല്ല, കുറച്ച് പേരെ റെഗുലർ ആയിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. എന്തുകൊണ്ടാണ് ചേച്ചി ഇതിന് മുൻപ് ബാങ്കിങ് ആൻഡ് ഫിനാൻസ് മേഖലയിൽ ജോലി ചെയ്തിട്ട് ഈ ഒരു ജോലി റിസൈൻ ചെയ്തിട്ട് ഈ ഒരു ജോലിയിലേക്ക് വളരെ തുച്ഛമായിട്ടുള്ള സാലറികൾ ഈ ജോലിയിലേക്ക് വന്നതെന്ന്? വേറെ ഒന്നുകൊണ്ടല്ല, കുറച്ച് സമാധാനം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ജോലി റിസൈൻ ചെയ്തിട്ട് പിന്നെ പഠിക്കാനായിട്ട് പോയി. ദെൻ പഠിച്ച കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട ഒരു ജോലിയിലേക്ക് ഞാൻ കയറി. ഇപ്പൊ കുറച്ച് സമാധാനം ഉണ്ട്, സാലറി ഇല്ലെങ്കിൽ. പുറത്തുനിന്ന് കാണുന്നവർക്കൊക്കെ ഭയങ്കര പ്രിവിലേജ് ആയിട്ട് തോന്നും. പക്ഷെ അതിനുള്ളിൽ നടക്കുന്ന എക്സാക്ട് കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആർക്കും മനസ്സിലാവില്ല. പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് തന്നെ ജോലിയിലേക്ക് കയറുമ്പോൾ നമുക്ക് ഇതിനെ കുറിച്ചുള്ള ഐഡിയ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. കമേഴ്സ് ഒക്കെ ഇപ്പോൾ ബാങ്കിങ് ആൻഡ് ഫിനാൻസ് ഫീൽഡിലേക്കാണ് പോകുന്നതെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങൾ ബൾക്ക് ലോണും കാര്യങ്ങളൊക്കെ എടുക്കാണ്ടിരിക്കാം. നിങ്ങളുടെ ഇൻട്രസ്റ്റ് ആണ്, നിങ്ങൾ ലോൺ എടുക്കുക കാര്യങ്ങളൊക്കെ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണെന്നാണ് ഞാൻ പറയുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മേ ബി നിങ്ങൾക്ക് ആ ഒരു ജോബ് നിങ്ങൾക്ക് ആപ്റ്റ് അല്ല, അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ അറ്റ്മോസ്ഫിയർ നിങ്ങൾക്ക് ആപ്റ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് റിസൈൻ ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ലോൺ അടയ്ക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ. മേ ബി നിങ്ങൾക്ക് വേറൊരു വഴി ഇല്ലാന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ചിലപ്പോൾ ആ ജോലിക്ക് ചെയ്യാണ്ട് റിസൈൻ ചെയ്യാണ്ട് അവിടെ നിൽക്കും. ഉള്ള പ്രഷർ മുഴുവൻ അനുഭവിച്ചിട്ട് നമ്മുടെ ഹെൽത്ത് വളരെ വീക്കാവും. എനിക്ക് അങ്ങനെ ഹെൽത്ത് ഭയങ്കരമായിട്ട് വീക്ക് ആയിട്ടുണ്ട്. ഭയങ്കര വീക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ്ട്രീംലി ഭയങ്കര വീക്ക് ആയിട്ടുണ്ട് എന്റെ ഹെൽത്ത്. എനിക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കാൻ പറ്റാണ്ട് ഒന്നും എനിക്ക് പറയാൻ പറ്റാത്തൊരു ഭയങ്കര എല്ലാ ദിവസവും വീട്ടിലേക്ക് വരുമ്പോൾ ജോലി റിസൈൻ ചെയ്യാണെന്നാണ്. പക്ഷേ പിറ്റേ ദിവസം ജോലിക്ക് എനിക്ക് പോകും. വേറെ ഒന്നുമല്ല, രണ്ടായിട്ടും കൂട്ടുപിടിക്കാൻ വേണ്ടി തന്നെയാണ് നമ്മൾ പോസിറ്റീവായിട്ട് നമുക്ക് കൂടി കുറച്ച് പറയേണ്ടതായിട്ട് വരേണ്ട കാര്യങ്ങളുണ്ട്. കാരണം വേറെ ഒന്നല്ല, നമുക്കൊരു പേഴ്സണൽ ലോൺ അപ്ലൈ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ, ഒരു ക്രെഡിറ്റ് കാർഡ് നമ്മൾ അപ്ലൈ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ജോലിയും അതുപോലെ സാലറിയും അതുപോലെ തന്നെ നല്ലൊരു കമ്പനിയിൽ വർക്ക് ചെയ്യേണ്ടതായിട്ട് നമുക്ക് ആവശ്യം. എന്റെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ബീറ്റ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മേ ബി എനിക്ക് ബാങ്കിങ് ആൻഡ് ഫിനാൻസിലേക്ക് തിരിച്ചു പോകേണ്ടതായിട്ട് വരും. ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയുടെ പ്രശ്നങ്ങൾ ഇതൊക്കെ തന്നെയാണ്. പ്രത്യേകിച്ച് എന്താ പറയാനുള്ളത്? നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് പിന്നെ കാണാം. അതുവരെ ബൈ, ലവ് യു.